എല്ലാവരുടെ കയ്യിലും ഒരു വീശുപുറമുണ്ട്. നിങ്ങൾ കടന്നുപോയതിന് ശേഷം അവരുടെ ഓർമ്മകളിൽ അവർ നിങ്ങളെ പാറ്റുമ്പോൾ നിങ്ങൾക്ക് അതിരായിട്ടായിരിക്കുമോ പതിരായിട്ടായിരിക്കുമോ ഓർമ്മിക്കപ്പെടുക. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാതെ ശരിയായ ഉത്തരങ്ങൾ എങ്ങനെയാണ് കിട്ടുക? ഉത്തരം കിട്ടുന്നതിനേക്കാൾ പ്രധാനമാണ് ശരിയായ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഇബ്സൻ്റെ ബ്രാൻഡ് എന്ന പേരിലുള്ള ഒരു നാടകമുണ്ട്. നമുക്ക് കൂടുതൽ പരിചയം പാവീടുകളായിരിക്കും, ഡോൾ ഹൗസ്. ആ പേരിൽ തന്നെയുള്ള ഒരു പുരോഹിതനാണ് മുഖ്യ കഥാപാത്രം. ഡച്ച് ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം തീ എന്നാണ്. വലിയൊരു തീ ദേശത്തിന് വേണ്ടി കൊണ്ടുനടന്ന ഈ മനുഷ്യൻ ദേശത്തിൻ്റെ വിമോചന പ്രവർത്തനങ്ങളിലൊക്കെ ആനിമേറ്റ് ചെയ്യാൻ മാത്രം പ്രകാശമുള്ള ഒരാളാണ്. ഈ ഗ്രാമവാസികളുമായിട്ട് ഒരു ദീർഘയാത്രയ്ക്ക് ഇവർ പോവുകയാണ്. യാത്ര നീളം തോറും ഇയാളുടെ മീതെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ ആരോപണങ്ങൾ വർദ്ധിക്കുന്നു. ഫിസിക്കലായിട്ട് പോലും ഇയാൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇയാൾ പറയുന്ന വലിയ സ്വപ്നങ്ങൾക്ക് നിരക്കുന്ന സെൻസബിലിറ്റി ഉള്ള ഒരാൾക്കൂട്ടമായിരുന്നില്ല അത്. അതിനിടയിലാണ് ആരോ വിളിച്ചു പറഞ്ഞത് പുഴയിലേക്ക് ഊത്ത വരുന്നു. സാൽമൺ മീനുകൾ ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ പുഴയിലേക്ക് കയറി വരുന്ന രീതിയുണ്ട്. പെട്ടെന്ന് ഈ സംഘയാത്ര അവസാനിക്കുകയാണ്. ഓരോരുത്തരും ഈ പുഴയിലേക്ക് ചിതറി ഓടുകയാണ് ഇങ്ങനെ മീനെ പിടിക്കാനായിട്ട്. ജീവിതത്തിൻ്റെ ഒരു വലിയൊരു കഠിനമായ രൂപമാണിത്. വലിയ യാത്രകളെക്കുറിച്ച് ധാരണയുണ്ടായിട്ടും ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പെട്ടുതീരുന്ന നമ്മുടെ സാന്ദ്രതയില്ലാത്ത ജീവിതം, ആഴമില്ലാത്ത ജീവിതം, ഒരു ഡെൻസിറ്റി ജീവിതം അർഹിക്കുന്നുണ്ട്. മരങ്ങളിലൊക്കെ ആയുസ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഈ വാർഷിക വലയങ്ങൾ എടുത്തുകൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യൻ്റെ ആയുസ്സുമായി ബന്ധപ്പെട്ടിനോളം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മനുഷ്യർ പ്രായമാകുന്നു എന്നതിൻ്റെ എന്തെങ്കിലും ചില അടയാളങ്ങൾ അയാളുടെ ബോധത്തിൽ രൂപപ്പെടേണ്ടതല്ലേ? വൃക്ഷങ്ങളുടെ ഈ വാർഷിക വലയങ്ങൾ കണക്ക് പുതിയ പുതിയ ചില ധാരണകൾ, പ്രകാശമുള്ള ചില ബോധ്യങ്ങൾ, ചില നിലപാടുകളൊക്കെ അയാളെ ചുറ്റി നിൽക്കേണ്ടതല്ലേ, രൂപപ്പെടേണ്ടതല്ലേ? ഒരു വീശുമുറത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. പ്രവാചകന്മാരതൊക്കെ പലയിടങ്ങളായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊരു വീശുമുറ കൊണ്ട് അവൻ നിങ്ങളെ പാറ്റും. യോഹന്നാനൊക്കെ അത് പറയുന്നുണ്ട്. യേശു ഈ വീശുമുറം ഒരു പ്രത്യേക കോണ്ടസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പീറ്ററെ, ഈ രാത്രിയിൽ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നതൊക്കെ പാറ്റുമ്പോഴാണ് നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ പാറ്റുക എന്ന് പറയുന്നത് നമുക്കറിയാം, കാറ്റില്ല. ഉള്ളിൽ ഒരു കനമില്ലെങ്കിൽ, ഉള്ളിലൊരു കതിർക്കനമില്ലെങ്കിൽ കാറ്റിൽ ഇതിങ്ങനെ പറന്നു പോകും. അപ്പോൾ ഉള്ളിൽ സത്തയുള്ള, ഉള്ളിൽ കാതലുള്ള, കണ്ടൻ്റുള്ള ഒരു കാര്യം മാത്രമേ ശേഖരിക്കപ്പെടുന്നുള്ളൂ. വരുതുള്ളൊക്കെ ഇങ്ങനെ എവാപ്രേറ്റ് ചെയ്ത് അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ച് പോവുകയാണ്. എല്ലാവരുടെ കയ്യിലും ഒരു വീശുപുറമുണ്ട്. നിങ്ങൾ കടന്നുപോയതിന് ശേഷം അവരുടെ ഓർമ്മകളിൽ അവർ നിങ്ങളെ പാറ്റുമ്പോൾ നിങ്ങൾക്ക് അതിരായിട്ടായിരിക്കുമോ പതിരായിട്ടായിരിക്കുമോ ഓർമ്മിക്കപ്പെടുക. അപ്പോൾ കുറേ കൂടി ഇങ്ങനെ കണ്ടൻ്റുള്ള, കുറേ കൂടി കാതലുള്ളൊരു ജീവിതത്തിലേക്കുള്ള ക്ഷണമായിട്ട് നോമ്പിനെടുത്താൽ നല്ലതാണ്. പുതിയ നിയമം വാസ്തവത്തിൽ അതിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ജീവിതം കുറേ കൂടി സാന്ദ്രത അർഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു? ആ വെള്ളത്തെ തൊട്ടപ്പോൾ അത് വീഞ്ഞായിട്ട് മാറുന്നു. അതിന് അവസാനത്തെ ഇടപെടൽ എന്തായിരുന്നു? ആ വീഞ്ഞിനെ തൊട്ടപ്പോൾ രക്തമായിട്ട് മാറി. ഓരോ നിമിഷവും കുറേ കൂടി ഭേദപ്പെട്ട, ആഴപ്പെട്ട, ഗുരുത്വമുള്ള ഒരു ജീവിതം നിങ്ങളെ കാത്തു നിൽപ്പുണ്ട്. അത്തരം സഞ്ചാരങ്ങൾക്കകത്ത് വിമുഖത അനുഭവപ്പെടുന്നുള്ളതാണ് ശരിയായ ആത്മീയ പ്രശ്നം. ആഴങ്ങളിലേക്ക് പോകാനാണ് പറയുക. ഒരു കടൽ തീരത്ത് വന്നിട്ട് തീരത്ത് നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ, അവരോട് യേശു പറഞ്ഞൊരു വാക്കാണ് ആഴങ്ങളിലേക്ക് വലയെറിയുക. ഗോ ടു ഡീപ് സീ. പലപ്പോഴും ജീവിതത്തിൻ്റെ
ആ ഒരു പാർശ്വങ്ങളിൽ, ഉപരിതലങ്ങളിൽ മാത്രം നമ്മൾ കുരുങ്ങിപ്പോകുന്നു. നമ്മളൊന്നിനെയും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അൺഎക്സ്പ്ലോർഡ് മൈൻഡ് എന്ന് പറയുന്നൊരു ശൈലിയായി മാറിയിട്ടുണ്ട്. ഒരു ഫ്രേസാണ്. ഇനിയും ഖനനം ചെയ്യാത്ത പലതും നമ്മുടെ ചുറ്റിലുമുണ്ട്. ഇങ്ങനെ ഖനനം ചെയ്ത് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ അഴക് മനസ്സിലാവുന്നത്. ആ ഒരു പ്രക്രിയയിൽ ഒരു ആത്മാവുണ്ടാവുന്നത്. സ്നേഹത്തിലോ പ്രണയത്തിലോ ദാമ്പത്യത്തിലോ ഒക്കെ ഒരാളിങ്ങനെ കടന്നുപോയി കഴിയുമ്പോൾ, തനിച്ചിരിക്കുമ്പോൾ മറ്റേ ആൾ എന്തായിരിക്കും ഓർമ്മിക്കുക ചേർക്കുക, എന്തായിരിക്കും ആളുടെ റിഗ്രറ്റ്? കുറേ കൂടി അവനെ അല്ലെങ്കിൽ അവളെ കണ്ടെത്താമായിരുന്നു. ഉള്ളിലേക്ക് പോയിട്ടില്ല, തൊലിപ്പുറത്തിനപ്പുറം കടന്നിട്ടില്ല, വ്യഥകളൊന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ കുറേ കൂടി ഓരോന്നിനെയും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു കാലമായിട്ട് ഈ തപസ്സിനെയൊക്കെ പരിവർത്തനം ചെയ്തെടുത്താൽ, അതിനൊക്കെ അങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വലിയ വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് തന്നെ വിചാരം. സെയിൽ ടു ദ ഡീപ് സീ, ആഴമാഴത്തെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു പഴയ നിയമ സങ്കീർത്തനമുണ്ട്. ദൈവം എപ്പോഴും കറസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഗാധത്തിലുള്ള എന്തോന്നുമായിട്ടാണ്. നമ്മൾ അതിന് നിരക്കുന്ന രീതിയിലല്ല അവിടുത്തെ പ്രതികരിക്കുന്നത്. പലതിനെയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട എത്ര കുറച്ചാണ് നമ്മൾ ആ നസ്രത്തിലെ യേശുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തന്നെ സെറ്റിൽ ചെയ്യാവുന്ന, ഇനി സെറ്റിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ക്രൂശ് രൂപത്തിനൊക്കെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ എന്തൊരു ഫലിതമാണ്. ആരോടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്? അടിമുടി ഒറ്റവ്രണമായിട്ട് നിൽക്കുന്ന ഒരാളുടെ താഴെ നിന്നുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളുടെ പട്ടിക ഉയർത്താനോ പരാതി പറയാനോ നമുക്ക് അവകാശമുണ്ടോ? എനിക്കൊന്ന് ക്രിസ്ത്യാനിറ്റിയിൽ ഈ പരാതി എന്ന് പറയുന്നതൊരു മോശം കാര്യമാണ്. ആരോ പറയുന്ന കണക്ക് കംപ്ലയിൻറ്റ് ഈസ് അൻ ഇൻസൾട്ട് ടു ഗോഡ്. ഒരു തരത്തിലും പരാതി പറയാനാവാത്ത വിധത്തിൽ അത്രയും വലിയൊരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര ചെറിയ കാര്യങ്ങൾ പരാതിപ്പെട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെയും കൂടെ പാർക്കുന്ന ജീവിതത്തെയും കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും ഒന്നുകൂടി കണ്ടെത്തിയാൽ നല്ലതാണ്. വളരെ കുറച്ചാണ് നമ്മൾ പലതിനെയും ഉപയോഗപ്പെടുത്തുന്നത്. വിശേഷിച്ച് ആചാര്യന്മാരുടെ മൊഴികളെയൊക്കെ അതിൻ്റെ ഏറ്റവും പെരിഫറലായ ഒരു അർത്ഥം മാത്രം കണ്ടെത്തി മുമ്പോട്ട് പോകുന്ന രീതിയിലാണ് ഈ 12,000 വർഷങ്ങളുടെ ഒരു ബെനിഫിറ്റ് പറയുമ്പോൾ പോലും. അതനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ ആഴപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും അത് കൂടുതൽ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടുകയാണ്. പഴയൊരു ഫലിതം ഇപ്പോൾ പറയുമ്പോൾ ഒരു ചിരിയും വരാത്തത് അതുകൊണ്ടാണ്. പണ്ടിങ്ങനെ കറണ്ടൊക്കെ വളരെയേറെ കോസ്റ്റ്ലി ആയിരുന്നൊരു കാലമുണ്ടായിരുന്നു. നല്ല പണച്ചെലവുള്ളൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഒരു വയോധികരുടെ വീട്ടിൽ കറണ്ടുണ്ട്. പക്ഷെ അവിടെ മീറ്റർ റീഡിങ്ങിന് വന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: വളരെ കുറച്ച് യൂണിറ്റ് മാത്രമേ ഇവർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അയാളത് അവരോട് ചോദിച്ചു, അമ്മ നിങ്ങൾ ആവശ്യത്തിന് കറണ്ട് ഉപയോഗിക്കുന്നില്ലേ? ഒരു എന്താ അങ്ങനെ ചോദിച്ചത്? ആവശ്യമുള്ള കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ആവശ്യമുള്ളത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതങ്ങനെ പറയുന്നത്, രാത്രി ഇരുട്ട് വീഴുമ്പോൾ ഞാനൊരു സ്വിച്ചിട്ട് ഒരു ബൾബ് തെളിയും, പിന്നെ അതിൻ്റെ വെട്ടത്തിൽ മെഴുതിരിയും തീപ്പെട്ടിയും കണ്ടെത്തും, അത് തെളിക്കും, ഈ സ്വിച്ച് ഓഫ് ചെയ്യും. ഫലിതമല്ല. എത്ര കുറച്ചാണ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ചില ഊർജ്ജങ്ങളെ, ചില ചൈതന്യങ്ങളെ ഉപയോഗപ്പെടുത്തുക. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഖേദിക്കേണ്ട ഒരു കാലമായിട്ട് ഈ ഒരു 40 ദിവസങ്ങളെ പരിഗണിച്ചാനല്ല. നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു തിരുവചനത്തിൻ്റെ ആന്തരിക ധ്വനികളെക്കുറിച്ച് ചില സൂചന നൽകി ഈ ഒരു കൊച്ചു വർത്താനം അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ഭയങ്കര ധൈര്യത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്: ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ആസ്ക്, സീക്ക്, നോക്കാം. നമ്മളിതിങ്ങനെ കുറേ ആവശ്യങ്ങളുടെ പട്ടികയായിട്ട് മാത്രം ചുരുക്കി ഈ യാചനാപ്രാർത്ഥന എന്ന് പറയുന്ന ഒന്നിലേക്ക് ഈ കാര്യങ്ങളെ ചുരുക്കി. എന്തും ചോദിക്കുക, അവിടെ തരും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് ഒരു തരം ബോധം സൃഷ്ടിച്ചത് കൊണ്ട് നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ അവരുടെ ദൈവവിശ്വാസം ഉലയുന്ന വിധത്തിൽ നമ്മൾ വളരെ ഫീബിളായിട്ടുള്ള, വളരെ സില്ലിയായിട്ടുള്ളൊരു വിശ്വാസ ജീവിതം ഉണ്ടാക്കിയെടുത്തു. അത്രയും ലളിതമായിട്ട് വ്യാഖ്യാനിക്കേണ്ട ഭാഗമാണ് അത്.
അല്ലെങ്കിൽ തന്നെ ഭയങ്കര കോൺട്രഡിക്ഷൻ ഉള്ളൊരു കാര്യമല്ലേ? ചോദിക്കും നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പറയുമ്പോൾ ഈ ഒരു കഷ്ട വിചാരങ്ങളുടെയൊക്കെ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെയൊക്കെ ഒരു ധ്യാനകാലത്ത് നമ്മളൊരു കാര്യം യേശു ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റുക. അതെങ്ങനെ പ്രാർത്ഥിച്ചു എന്നൊക്കെ നമുക്കെന്നറിയാം. വളരെ ഇൻറ്റൻസായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. രോമകൂപങ്ങളിൽ നിന്ന് രക്തം കിനിയുന്ന വിധത്തിൽ അത്രയും തീവ്രമായിട്ട് പ്രാർത്ഥിച്ചു. അത് രേഖപ്പെടുത്തുന്നത് ലൂക്കാസ് സുവിശേഷകനാണ്. അയാൾ ഒരേ സമയത്ത് ചിത്രകാരൻ കൂടിയാണ്. യേശു ആഗ്രഹിച്ച ഒരു കാര്യത്തെ ഏറ്റവും കഠിന വർണ്ണങ്ങളിൽ അയാൾ വരച്ച് രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ ചോദിച്ച, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അവൻ ചോദിച്ച ആ ഒരേ ഒരു കാര്യം പൂർത്തീകരിച്ചായിട്ട് വേദപുസ്തകം പറയുന്നുണ്ടോ? അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് നൽകപ്പെടും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്രയും ലഘുവായ ആവശ്യങ്ങളുടെ ഉപരിതലത്തിലൊരു കടമ്പയിൽ തട്ടി നിന്ന് പോകാൻ പാടില്ല. നമുക്കതിനെ അവനിണങ്ങിയ മട്ടിലൊന്ന് വായിച്ചെടുത്താൽ നല്ലതല്ലേ? നമ്മൾ ഗുരുക്കന്മാരെ നമുക്കിണങ്ങിയ മട്ടിൽ ഈ ഗ്രാഫ്റ്റ് ചെയ്യണോ, പരുവപ്പെടുത്തണമോ, അതോ അവർക്കിണങ്ങിയ മട്ടിൽ നമ്മൾ ചില ബോധങ്ങളിലേക്ക് ഉണരണമെന്നുള്ളതാണ് ശരിയായ ആത്മീയ പ്രശ്നം. അങ്ങനെയെങ്കിൽ ആ പശ്ചാത്തലത്തിൽ അത് അവിടുത്തെ പശ്ചാത്തലത്തിൽ വായിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സൂചന? ചോദ്യങ്ങൾ ചോദിക്കുക, ആസ്ക്. ഒരാളുടെ ആന്തരിക ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് അയാൾ പല ചോദ്യങ്ങളെ അഭിമുഖിച്ചുകൊണ്ടാണ്. പണ്ട് കുറേ കാലം മുമ്പ് തൻ്റെ അച്ഛൻ്റെ ഒരു പലചരക്ക് കടയിൽ ഒരു ചെറുപ്പക്കാരൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അളന്ന് ഒതുക്കിയായിരുന്നു. എന്തോ പയറോ പരിപ്പോ ഒക്കെ അളന്ന് വെക്കുന്ന കൂട്ടത്തിൽ അയാൾ അതിൻ്റെ അളവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൃത്യമായിട്ട് അതിങ്ങനെ എണ്ണിയെടുക്കുന്നുണ്ട്. ഏക് ദോ തീൻ ചാർ, ബാര തേര, ബാരഹോ തേരഹോ, കുറച്ചുകൂടി സാധാരണ പറയുമ്പോൾ ബാര തേരാന്നൊക്കെ പറയുന്നത്. ഈ തേര എന്ന് പറഞ്ഞൊരു വാക്ക് എത്തുമ്പോൾ അതിൻ്റെ അർത്ഥം 13. ഒരു അളവിലേക്ക് എത്തുമ്പോഴേക്കും ഇയാളുടെ എണ്ണം തെറ്റിയ. പിന്നെ എണ്ണി തുടങ്ങി ഏക് ദോ തീ ബാര തേര. എന്തുകൊണ്ടാണ് ഈ തെറ്റുന്നത്? ഈ തേരാക്ക് വേറെ അർത്ഥം കൂടിയുണ്ട്, യുവേഴ്സ്, അവിടുത്തേത്. ആ നിമിഷത്തിൽ അയാളോട് തന്നെ ചോദിച്ചു, ഞാൻ ആരുടേതാണ്? ഞാൻ ആരുടെയാണ്? ശരിയായൊരു ചോദ്യം അയാൾ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. ദൈവം ചോദിക്കുക എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലേക്ക് മുഴങ്ങുന്ന ശബ്ദമാണ് ഈ ദൈവിക ശബ്ദം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി തൻ്റെ ചുറ്റുമുള്ള ഒരാളുടെയും അല്ല, മറിച്ച് ആ പരമചൈതന്യത്തിൻ്റെതാണ്. അന്ന് ആ തേരാന്ന് പറഞ്ഞ എണ്ണം തെറ്റിപ്പോകുന്ന ഒരക്കത്തിലേക്ക് ഒരുങ്ങിപ്പോയ മനുഷ്യൻ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതായിരുന്നു ഗുരുനാനാക്കിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ആത്മീയ അനുഭവം. വേറൊരു ചെറുപ്പക്കാരൻ പോപ്പിന് വേണ്ടി യുദ്ധത്തിന് പോവുകയാണ്. വഴിയിൽ അവിടെ വെച്ച് ഇയാളെ ഒരു ദൈവസ്വരം കേൾക്കുകയാണ്. ഫ്രാൻസിസ്, ആരെ സേവിക്കണം? യജമാനെ സേവിക്കണമോ അതോ ഭൃത്തിനെ സേവിക്കണമോ? അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും യജമാനെ സേവിക്കണം. പിന്നെ നീ എന്തിനാണ് ഭൃത്തിനെ യജമാനായിട്ട് തിരിച്ചിരിക്കുന്നത്? ഓർമ്മിക്കണം, യുദ്ധത്തിന് പോകുന്നത് പോപ്പിന് വേണ്ടിയാണ്. വലിയ കാര്യമായിട്ട് ഗണിച്ചൊരു കാര്യമാണ്. പക്ഷെ അതുപോലും വെറുതെ ദാസനാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു പ്രകാശത്തിൽ അയാളുടെ ജീവിതം ഇങ്ങനെ 180 ഡിഗ്രി തിരിയുക. എവിടെയൊക്കെ മനുഷ്യർക്ക് അഗാധമായ ജീവിതം രൂപപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അവരവരുടെ പ്രാണനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ അത്തരമൊരു ചോദ്യത്തിലാണ്. മനുഷ്യർ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ല, ദൈവം മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഈ പുസ്തകം മുമ്പോട്ട് പോകുന്ന മട്ടിൽ ഒരു വായനയോട് കേൾക്കുമ്പോൾ എന്താണ് ആ ഒരു നകത്ത് ലളിതമായ വ്യത്യാസം എന്നൊക്കെ വളരെ ലളിതമായ വ്യത്യാസമാണെന്ന് തോന്നിയാൽ പോലും അത്ര ലളിതമായ വ്യത്യാസമല്ല. ദൈവം ചോദിക്കുക. പിന്നെ ഇങ്ങനെ എം എൻ വിജയൻ സാറൊക്കെ പറയുന്ന കണക്ക് ഈ ചോദ്യത്തിന് എപ്പോഴും ഇങ്ങനെ ഒരു അടയാളമാണ് ഐക്യം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ദംശിക്കാൻ പോകുന്ന ഒരു ഉരകത്തിൻ്റെ ഒരു ഭാവന ഉണർത്തുന്നുണ്ട്. എൻ്റെ അർത്ഥം, ഇതിന് നിങ്ങൾ ഉത്തരം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നാളെ ദംശനമേറ്റ് നീലിച്ചു പോകും. അപ്പോൾ കുറേ ശരിയായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങാനുള്ള ഒരു സമയമാണ് എല്ലാ ആത്മീയ തീർത്ഥയാത്രയുടെയും ആദ്യത്തെ ഘട്ടം. അവനവനോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ, അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. വേദപുസ്തകം പൊതുവെ വെച്ച് നീട്ടുന്നൊരു 3 ചോദ്യമുണ്ട്. ഒന്ന്, നീ എവിടെയാണ്? ഇതൊരു
ആഴമായ ചോദ്യം അത്. ഫൈൻഡ് യുവർ സ്പേസ്. നിനക്ക് വേണ്ടി മാത്രം നിർണയിക്കപ്പെട്ടുള്ള ഒരിടം കണ്ടെത്തി അത്രയും അഗാധമായിട്ടും കുലീനമായിട്ടാണോ നീ ജീവിക്കുന്നുള്ള? പിന്നെ നിൻ്റെ വെർ ഈസ് യുവർ ബ്രദർ? നിൻ്റെ സഹോദരൻ എവിടെയാണ്? സഹോദരഹത്യകളുടെ കഥകളാണ് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. വെർ ഈസ് യുവർ ബ്രദർ? പിന്നെ വെർ ഈസ് യുവർ ക്രോസ്? നിൻ്റെ കുരിശ് എവിടെയാണ്? വാസ്തവത്തിൽ ഈ ഒരു 3 ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചാൽ മാത്രം മതി നിങ്ങൾക്കൊരു പ്രകാശമുള്ള മനുഷ്യനായിട്ട് മാറാനായിട്ട്, ഭാസുരമായ ഒരു ജീവിതത്തിനുടമയാകാനായിട്ട്. നീ എവിടെ? നിൻ്റെ സ്നേഹം എവിടെ? നിൻ്റെ കുരിശ് എവിടെ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വല്ലാത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. ഹഗാർ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഓടിപ്പോവുകയാണ്. അവൾക്കിനി ആ വീട്ടിൽ പാർക്കാൻ പറ്റുന്നില്ല. പോകുന്ന വഴിക്ക് മരുഭൂമിയിൽ എവിടെയോ വെച്ചിട്ട് ദൈവദൂതൻ അവളെ തടഞ്ഞു നിർത്തിയിട്ട് 2 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. ഹഗാറെ, നീ എവിടേക്ക് വരുന്നു? എവിടെ നിന്ന് വരുന്നു? എവിടേക്ക് പോകുന്നു? നിൻ്റെ പ്രഭവം എന്താണ്? നിൻ്റെ നിയോഗം എന്താ? 2 ചോദ്യങ്ങൾക്കകത്ത് ഈ സ്ത്രീ പ്രകാശിക്കുക. അടുത്ത വരി എന്താണ്? ഇവൾ എങ്ങോട്ടും പോകുന്നില്ല. അല്ലെ തന്നെ എങ്ങോട്ടാണ് പോവുക? നിങ്ങൾ ഒളിച്ചോടാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടം വരെ പോകാൻ പറ്റും? അവൾ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുകയാണ്. അവൾ നാളെയും കുഞ്ഞിരുന്ന് ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാകും. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയോ പാത്രം കഴുകുകയോ നിലം തുടക്കുകയോ ഒക്കെ ചെയ്തോളാം. പക്ഷെ എന്നാൽ പോലും അവൾ ഈ നിമിഷം മുതൽ ആരുടെയും അടിമയല്ല. അവൾ അവളുടെ തന്നെ ഉടമയാണ്. അവനവനോട് തന്നെ ചില ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തുമ്പോഴേക്കും മനുഷ്യർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഹാഗാറിനെ അനുഭവിക്കാൻ പോകുന്നത്. അവളിപ്പോൾ അടിമയല്ല. മാനവരാശിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹോദര സമൂഹത്തിൻ്റെ അമ്മയാണ് അവൾ. ഇസ്ലാമിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതാണ് പാഠം. ചോദിക്കുക. എല്ലാ മനുഷ്യൻ്റെ ആത്മീയ സാധനങ്ങളും ആരംഭിക്കുന്ന അത്തരം ചില ചോദ്യങ്ങളാണ്. ഇത് എനിക്കും ബാധകമാണോ? ബുദ്ധൻ്റെയൊക്കെ മാറ്റം എങ്ങനെ ഉണ്ടായത്? എതിരെ വരുന്നത് മരണം, എതിരെ വരുന്നത് വാർദ്ധക്യം, എതിരെ വരുന്ന വേദന. എനിക്കും വേദനിക്കുമോ? എനിക്കും വയസ്സാവുമോ? എനിക്കും മരണം ഉണ്ടാവുമോ? ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാതെ ശരിയായ ഉത്തരങ്ങൾ എങ്ങനെയാണ് കിട്ടുക? ഉത്തരം കിട്ടുന്നതിനേക്കാൾ പ്രധാനമാണ് ശരിയായ ചോദ്യങ്ങളുണ്ടായിരിക്കുക. ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ എമർജ് ചെയ്തെന്നിരിക്കും. ചെയ്തെങ്കിലും കുഴപ്പമില്ല. 2, നിങ്ങൾ അന്വേഷിക്കുക. ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് പിടുത്തം കിട്ടുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ. ആ ഒരു കാര്യം അവൾ തിരഞ്ഞെടുത്തെന്നൊക്കെ വേദപുസ്തകം പറയുന്നില്ലേ? നീ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വ്യാപൃതയാകുന്നു, എന്നാൽ മേരി ആവട്ടെ ആ ഒരു കാര്യം, പലതിനകത്ത് ഒരു കാര്യം ഉണ്ടാകത്തുള്ളൂ. ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനകത്തും തിരയുന്നത് എന്താ? ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് ഈ ജീവിതാവസാനം വരെയുള്ളൊരു അക്കമ്പനിമെൻറ്റാണ്, അനുയാത്രയാണ്. അതിന് പകരമാവുന്നില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബാക്കിയുള്ള ഒരു സാമൂഹികമായ ചടങ്ങുകളും അല്ലെങ്കിൽ സാമൂഹികമായ പ്രാധാന്യങ്ങളും അലങ്കാരങ്ങളും. ആ ഒരു കാര്യം. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യേശുവിനെ തരാൻ പറ്റത്തില്ല. ഒരു കാര്യം. അവൾ ആ ഒരു കാര്യം കണ്ടെത്താന്നുള്ളതാണ് രണ്ടാമത്തത്. എന്തിനകത്തും ഒരു പുസ്തകം വായിക്കുമ്പോൾ പോലും നമുക്കവിടെ ലൈബ്രറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, റീഡ് വിത്ത് പർപ്പസ്. വെറുതെ കൗതുകത്തിനും വിനോദത്തിനും വേണ്ടിയല്ല. എന്തോ ഒരു കാര്യം അതിനകത്തുന്നുണ്ട്. അവനവൻ്റെ ആന്തരിക ആഴപ്പെടുത്താനും അവനവൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും വേണ്ടിയൊക്കെയല്ലേ വാസ്തുവിൽ വായന. രണ്ടതാണ്. മൂന്നാമതായിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് ശേഷം ഇങ്ങനെ സമാധാനത്തിലിരിക്കാനുള്ള ക്ഷണമാണ്. മുട്ടുവിൻ തുറക്കപ്പെടും. ലോകത്തൊരിടത്തും വാതിലിൽ കൊട്ടിയിട്ട് ഒരാളും ഇങ്ങനെ അതിനകത്ത് ഈ പരാതി പറഞ്ഞു നിന്നിട്ടില്ല. കാരണം വാതിൽ കൊട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അകത്തുള്ള ഒരാൾ വളരെ ബെനവളൻ്റായിട്ട് പുറത്ത് വരുവോളം കാത്തു നിൽക്കാന്നുള്ള. ആസ്ക്, സീക്ക്, വെയിറ്റ് എന്നുള്ള 3ാമത്തെ ഘട്ടം. നോക്കിൻ്റെ അർത്ഥം അത് തന്നെ. കൊട്ടിയിട്ട് കാത്തു നിൽക്കുക. നമ്മൾ വളരെ ഫിലോസഫിക്കലായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു, വളരെ ഒരു സീക്കറായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു അപാരതയുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല. അതിന് ആ പരാശക്തി തന്നെ നമ്മളെ സഹായിക്കണം. അപ്പോൾ അതുകൊണ്ട്
മൂന്നാമത്തെ ഘട്ടം ഇങ്ങനെ വെറുതെ കാത്തിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രകാശവും നിങ്ങൾ കണ്ടെത്തിയല്ല, മറിച്ച് നിങ്ങളെ തേടി വരുന്ന ആ പഴയ സെൻറ്റ് സ്റ്റോർ കണക്കാണ്. കുട്ടി ഇങ്ങനെ പൂമ്പാറ്റയെ തേടി പോവുകയാണ്. ഓരോ പ്രാവശ്യവും അതിനെ പിടിക്കാനാകുമ്പോൾ അത് പറന്ന് പോകും. ഒടുവിൽ ഒരിടത്ത് കുട്ടി തളർന്ന് ഉറങ്ങുമ്പോൾ അതേ പൂമ്പാറ്റ പറന്ന് വന്നിട്ട് ഇവൻ്റെ മൂർധാവിൽ ചുംബിക്കുകയാണ്. ഇതാണ് ഗ്രേസ് എന്നൊക്കെ നമ്മൾ ക്രിസ്ത്യൻ ഭാഷയിൽ പറയുന്നത്. ബോധോദയം എന്നൊക്കെ മറ്റ് ധർമ്മങ്ങളിൽ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങളെ തേടി വരുന്ന ഒരു പ്രകാശം. മറ്റതൊക്കെ നിങ്ങളെ തന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗം, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. കാത്തിരിക്കാനുള്ളൊരു മനസ്സ് വളരെ പ്രധാനപ്പെട്ട എത്രയോ യുഗങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലശ്രുതിയായിരുന്നു നസ്രത്തിലെ യേശു. അപ്പോൾ ഇന്നോ നാളെയൊന്നുള്ളതല്ല, നിങ്ങളെ തേടി ഒരു പ്രകാശം വരും. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളാരും ഈ നഗരം വിട്ടു പോകരുത്, ജെറുസലേം വിട്ടു പോകരുത്. അതിൻ്റെ പിന്നീടൊരു കോണ്ടക്സ്റ്റ് നമ്മൾ വായിക്കുന്നത്, അത്യുന്നതൻ്റെ ചൈതന്യം ആവസിക്കുന്നവരെ കാത്തിരിക്കുക. അത് അവരിലേക്ക് വന്നതിന് ശേഷമാണ് അവർ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോയത്. കണ്ട കുറച്ച് ചിതറിയ തോന്നിക്കുന്ന വിചാരങ്ങളെ ഞാനൊന്ന് ഏകാഗ്രമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനെ ജീവിതം കുറേ കൂടി സാന്ദ്രത അർഹിക്കുന്നുണ്ട്. ഈ പുഴയോരത്തു നിന്നുള്ള മീൻപിടുത്തം കൊണ്ട് ജീവിതത്തിൻ്റെ ഭംഗി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മളോട് പറയുന്നത്, ആഴങ്ങളിലേക്ക് വലിയെറിയുക, എക്സ്പ്ലോർ, എല്ലാത്തിനും എക്സ്പ്ലോർ ചെയ്യുക. കൂടെ പാർക്കുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെ, നിങ്ങളതങ്ങ് കുഴിച്ച് ചെല്ലുമ്പോഴേക്കും ഈ വയലിലെ നിധി കണക്ക് നിങ്ങൾക്ക് എന്തോ ചില അനുഭവങ്ങൾ മധുരമായിട്ട് നിങ്ങളെ കാത്തുനിൽപ്പുണ്ട്. ജീവിക്കാനുള്ള പ്രേരണയും ബലവും അതിനകത്ത് ലഭിക്കുന്നുണ്ട്. നമ്മൾ തീരെ എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്ന ഒന്ന് നസ്രത്തിലെ യേശു തന്നെ. വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ അവിടുത്തെ ഉപയോഗപ്പെടുത്തുക. ഞങ്ങൾക്കൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസ് ആരംഭിക്കുക പറയുന്ന ഒരു കാര്യം അന്ന് നമുക്ക് തോന്നി വലിയ ആത്മപ്രശംസയായിട്ട് തോന്നി. പക്ഷേ വളരെ ട്രൂ ആയൊരു കാര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏഷ്യയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അധ്യാപകൻ ഞാനാണ്. പക്ഷെ നിങ്ങളെന്നെ ഉപയോഗപ്പെടുത്തണം. എത്ര കുറച്ചാണ് നമ്മൾ ആ ആചാര്യനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എത്ര ലഘുവായിട്ടും എത്ര ലാഘവത്തോടും കൂടിയാണ് നമ്മൾ അവിടുത്തെ മൊഴികളെയൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വളരെ സരളമായിട്ട് മനസ്സിലാക്കിയ ഒരു മൊഴിയുടെ കുറേ കൂടി അഗാധമായൊരു വിചാരമായിരുന്നു നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ആസ്ക്, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. സീക്ക്, ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, ഒരേ ഒരു കാര്യം. പിന്നെ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ ഘട്ടം അതാണ്, കണ്ണുപൂട്ടി കരം കൂപ്പി കാത്തിരിക്കുക. ആ പൂമ്പാറ്റ നിങ്ങളെ നെറുകയിൽ ഇന്നല്ലെങ്കിൽ നാളെ ചുംബിച്ചിരിക്കും. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.